പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് മരിയ ജോസഫ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ തോമസ്. ഞങ്ങൾ നെടുമണ്ണി ഇടവകയിൽ നിന്ന് വരുന്നു, കോട്ടയം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ എനിക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് 2021 മെയ്യിൽ ഒരു അസുഖം വരികയുണ്ടായി. അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ആദ്യം വന്നത് ഭയങ്കര കഠിനമായിട്ടുള്ള തലവേദനയും നെക്ക് പെയിനുമായിട്ടായിരുന്നു, കഴുത്തിന് വേദനയായിട്ടായിരുന്നു വന്നത്. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഒരു മന്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് മൈഗ്രെയിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് ഒരു മന്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറവാവാത്തത് കൊണ്ട് കാരിത്താസിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ചെന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും അവർ പറഞ്ഞത് ഇൻട്രാക്രേനിയൽ ഇഡിയോപ്പത്തിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു രോഗമാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണം നമ്മുടെ ബ്രെയിനിലെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അന്നേരം അവർ പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്ലൂയിഡ് നമ്മുടെ നട്ടെല്ലിൻ്റെ അവിടെ നിന്ന് ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ തലവേദനയ്ക്ക് ചെറിയൊരു കുറവുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കിതിൻ്റെ ലക്ഷണമായിട്ട് ഡബിൾ വിഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തു കാണുവാണെങ്കിൽ അതിനെ രണ്ടായിട്ട് കാണും. അപ്പോൾ അത് ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത കാരണം കണ്ണിൻ്റെ റെറ്റിനയുടെ ബാക്കിലായിട്ട് നീര് വന്നിട്ടാണ് അങ്ങനെ ഒരു ഇമേജ് കാണുന്നത് നമുക്ക് ഫോക്കസ് ചെയ്ത് കാണാനായിട്ട് പറ്റാത്തത്. അപ്പോൾ രണ്ടായിട്ട് കാണുമായിരുന്നു. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇൻജെക്റ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ എനിക്ക് തലവേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം വന്നു. പക്ഷേ ഈ ഡബിൾ വിഷൻ മാറുന്നില്ലായിരുന്നു. അപ്പോൾ അവർ പയ്യെ അത് കുറഞ്ഞോളും എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ റിവ്യൂവിന് വരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് റിവ്യൂവിന് ചെന്നപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞ് ആദ്യം ഉണ്ടായിരുന്ന പ്രഷറിനേക്കാളും ഫ്ലൂയിഡിൻ്റെ പ്രഷർ പിന്നെയും കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു തവണയും കൂടെ ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ പക്ഷേ ഈ തലവേദന കുറയാൻ വേണ്ടി നമ്മളത് പിന്നെയും എഗ്രി ചെയ്തു. അങ്ങനെ അവർ ഫ്ലൂയിഡ് ഒന്നും കൂടി ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ തവണ ഇഞ്ചെക്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം ചെറിയൊരു ഹെഡേക്ക് കുറവുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ തവണ ഇഞ്ചെക്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും കുറയുന്നതിന് പകരം ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുകയും ചെയ്തു. പിന്നെ തൊട്ടടുത്തുള്ള വസ്തു പോലും രണ്ടായിട്ട് കാണുന്നു. ഇപ്പോൾ എൻ്റെ കൈവിരൽ ഞാൻ നോക്കുവാണെങ്കിൽ അതുപോലും രണ്ടായിട്ട് കാണുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി. അന്നേരം ഡോക്ടറിനോട് ഞങ്ങൾ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ആദ്യത്തേനേക്കാളും പിന്നെയും കൂടുവാണല്ലോ ചെയ്യുന്നത്. അന്നേരം ഡോക്ടർ പറഞ്ഞ് ഒന്നും കൂടെ ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യാം, ഇഞ്ചെക്റ്റ് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറവില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു സാധാരണ ഇഞ്ചെക്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറവ് വരേണ്ടതാണ്, ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് സീനിയർ ആയിട്ടുള്ളൊരു ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് വിഷമമായി. എനിക്കിത് കുറയുന്നുമില്ല. ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഞാൻ മെഡിക്കൽ ലീവ് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. അതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്, സിസ്റ്ററാണ്. അപ്പോൾ ചേച്ചീനെ ഇങ്ങനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു കൃപാസനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ നിങ്ങൾ ഉടമ്പടി എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നു. പിന്നെ ഈ കോവിഡിൻ്റെ ഒക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ എൻ്റെ റൂമിലിരുന്നുകൊണ്ട് തന്നെ ചേട്ടൻ അന്നേരം ഓൺലൈനിൽ ഉടമ്പടി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അന്ന് വൈകുന്നേരം തൊട്ടെന്ന് പറഞ്ഞ പോലെ എനിക്ക് പ്രോഗ്രസ് വരാൻ തുടങ്ങി. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് എൻ്റെ ഹെഡേക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു. പിന്നെ ഇവർ മെഡിസിൻ തരുന്നതിൻ്റെ കുറച്ച് സെഡേഷൻ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. 1 വീക്കിനുള്ളിൽ ഈ ഡബിൾ വിഷൻ എനിക്ക് പൂർണ്ണമായിട്ട് മാറി. ഒരു 1 മന്തിനോടടുത്ത് സമയം എടുത്തപ്പോഴത്തേക്കിനും എൻ്റെ തലവേദനയും കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത്രയും ദിവസമായിട്ട് അങ്ങനെ ആ രോഗം പിന്നീട് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് വന്നിട്ടുമില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും കോവിഡ് വന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സൗഖ്യമായി. പക്ഷേ പപ്പായ്ക്ക് ഓൾറെഡി വേറെ കുറേ ട്രീറ്റ്മെൻറ്റും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പപ്പായ്ക്ക് അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. അപ്പം 14 ദിവസത്തോളം ICUവിലായിരുന്നു. ഇടയ്ക്ക് ICUവിൽ കിടന്നപ്പോൾ തന്നെ ഇടയ്ക്ക് ഫിക്സ് വന്നിട്ട് വെൻറ്റിലേറ്ററിലായിരുന്നു. 3 ദിവസം അൺകോൺഷ്യസ് ആയിരുന്നു ആൾ. അപ്പോൾ ഞങ്ങൾ 2 പേര് ഹോസ്പിറ്റലിൽ നിൽക്കും, 2 പേര് വീട്ടിൽ, അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഇങ്ങനെ പപ്പയുടെ കാര്യത്തിൽ വലിയ ഹോപ്പൊന്നും വേണ്ട, അറിയിക്കേണ്ടവരെയൊക്കെ നിങ്ങൾ അറിയിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കോൾ വന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി 12 മണിക്ക് തന്നെ പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ICUവിൽ കിടക്കുന്ന ആളെ ഇവരൊരു 20 സെക്കൻഡ് നമ്മളെ വീഡിയോ കോൾ കാണിക്കും. അപ്പോഴും നമുക്ക് കാണുമ്പോഴേ അറിയാം അതുപോലെ ക്ഷീണമാണ്, രക്ഷപ്പെട്ട് കിട്ടത്തില്ല, അങ്ങനെ നമുക്ക് ഉറപ്പാണ് കാണുമ്പോൾ. അപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്നത്. ആദ്യത്തെ ഉടമ്പടി 2021 ജൂണിലായിരുന്നു എടുത്തത്.
അത് കഴിഞ്ഞ് പിന്നെ പപ്പായുടെ ഈ കേസ് വന്നപ്പോഴത്തേക്കിനും ചേട്ടൻ പിന്നെയും ഒന്നും കൂടെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആദ്യമേ 14 ലിറ്ററോളം ഓക്സിജൻ പപ്പായ്ക്ക് സപ്പോർട്ട് വേണമായിരുന്നു, ഓക്സിജൻ സപ്പോർട്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഓക്സിജൻ സപ്പോർട്ട് മാറ്റി. പിന്നെ തീരെ അങ്ങ് കിടപ്പായി പോയായിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റി വോക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് നടക്കാൻ തക്ക രീതിയിൽ പപ്പായ്ക്ക് ആരോഗ്യം കൊടുത്തു. അപ്പോൾ ബാക്കിയും കൂടെ പപ്പ പൂർണ്ണ സൗഖ്യത്തിലേക്ക് ആകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യുന്നു. പിന്നെയുള്ള ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും നല്ലൊരു സാലറിയിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കൊരു ജോലി ഉണ്ട്, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചതിനേക്കാളും കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടിയാണ് ഞങ്ങൾക്കിപ്പം കിട്ടിയിരിക്കുന്ന ജോലിയിൽ അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 3 നിയോഗങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി. അതുപോലെ എല്ലാവരോടും പറയുകയാണ്, നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ച മാതാവും ഈശോയും ഒന്നും നമ്മളെ കേൾക്കാതെ വിടില്ല. നമ്മുടെ എന്ത് നിയോഗവും അവിടുന്ന് നമുക്ക് സാധിച്ചു കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന നിയോഗങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനായിട്ട് നമ്മൾ ധൈര്യം കാണിക്കുക. അതുവഴി തിരുക്കുമാരനെയും അമ്മ മാതാവിനെയും മഹത്വപ്പെടുത്തുക. ജിജോ, പരിശുദ്ധി അമ്മ നൽകിയ വലിയ അത്ഭുതമാണ് ഇപ്പോഴത് നിങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. എന്ന് ഉടമ്പടി എടുത്ത ഡേറ്റ് ഏതായിരുന്നു? അങ്ങോട്ട് നോക്കി പറഞ്ഞു. ആദ്യത്തെ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂൺ 10-നായിരുന്നു. ജൂൺ 10-നായിരുന്നു. അതെ. നമുക്ക് അസുഖം വരുന്നത് മെയ് അവസാനമായിരുന്നു. അപ്പം അസുഖം വരുന്നത് മെയ് അവസാനമായിരുന്നു. അപ്പോൾ ഒരാഴ്ചത്തെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഡിസ്ചാർജ് ആയി പോയിട്ട് വീണ്ടും വന്നപ്പോൾ കണ്ടീഷൻ കുറച്ചുകൂടെ വേസ്റ്റ് ആയെന്ന് അന്നേരം ഡോക്ടർ പറഞ്ഞു. അപ്പം വീണ്ടും ഫ്ലൂയിഡ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് കുറയാതെ വന്ന് നമുക്ക് ഒരു ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് എത്ര ദിവസം കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ ഫോം എടുത്ത് അന്ന് തന്നെയാണ് സൗഖ്യം? ഓൺലൈനിൽ ഞാൻ 6 നിയോഗങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മുതൽ ഒരു ദിവസം വൈകുന്നേരമാണ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. രാവിലെ മുതൽ നമുക്കിവിടെ തലവേദന കുറയാനും ഈ ഡബിൾ വിഷൻ കുറയാനും എല്ലാം ഒരാഴ്ച കൊണ്ട് ഫുൾ ഡബിൾ വിഷൻ തന്നെ മാറിക്കിട്ടി. തലവേദന 1 മാസം കൊണ്ടും പിന്നെ കണ്ണിൻ്റെ സ്കാൻ ചെയ്തപ്പോഴത്തേന് ഭയങ്കരമായിട്ട് പ്രോഗ്രസ് കുറയുന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രോഗ്രസ് നമുക്ക് സ്കാനിൽ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കംപ്ലീറ്റ് 95% മേളിൽ കണ്ണിൻ്റെ പ്രോബ്ലം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയെന്ന് കഴിഞ്ഞ ജനുവരിയിൽ ഈ കഴിഞ്ഞ മാസം സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ടിൽ ഡോക്ടർ പറയുക. ഇനിയിപ്പം അടുത്ത മാസം ഒരു റിവ്യൂ കൂടെ ഉണ്ട്. ആ റിവ്യൂ കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണ്? കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് മരിയയുടെ സിസ്റ്റർ, മരിയ 6 പിള്ളേരാണ്. അതിൽ 4 പേരും സിസ്റ്റേഴ്സാണ്. മരിയ 5ാമത്തെ ആളാണ്. ഇളയ ഒരു ബ്രദറൂടുണ്ട്. അപ്പം മൂത്ത സിസ്റ്റർ വഴിയാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അപ്പം സിസ്റ്ററിന് പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞങ്ങൾ ഓൺലൈനിൽ ആദ്യം യൂട്യൂബിൽ കയറി ഞങ്ങൾ കൃപാസനത്തിൽ എങ്ങനെ ഉടമ്പടി എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ കയറി മനസ്സിലാക്കി. അതിനുശേഷം കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി ഉടമ്പടി രജിസ്റ്റർ ചെയ്ത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. വലിയ കൃപയാണ് ജിജോയ്ക്കും മരിയയുടെയും കുടുംബത്തിൽ ദൈവം ചൊരിഞ്ഞത്. മരിയ എൻഡോക്രൈനൽ ഹൈപ്പർ ടെൻഷനും വന്ന്, അതായത് ബ്രെയിനിലെ ഫ്ലൂയിഡ് ഇങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യമാണ്.